വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ശ്രീജ ഗെയിമിംഗ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ കർണാടകയിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. നമ്മുടെ കസിൻസിന് നമ്മളിപ്പോൾ എൻ്റെ അമ്മ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കസിൻസിനെ കണ്ടു, ബാക്കിയുള്ളവരെന്ത് ഇതാണ്ടേ എൻ്റെ അനിയൻ, ഇതെൻ്റെ കസിൻ അനിയത്തിമാർ. അപ്പം നമ്മൾ എല്ലാവരും ബസ്സിലാണ് പോകുന്നത്. അവരൊക്കെ ഒരുങ്ങുവാണെന്ന് തോന്നുന്നു. ഞങ്ങൾ നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് 8:30-ക്കാണ് ബസ് വരുന്നത്. ടൂറിസ്റ്റ് ബസ് എന്ന് പറയാൻ പറ്റത്തില്ല, ടൂറിസ്റ്റ് ബസ് എന്ന് പറയാം. ബട്ട് പാട്ടൊന്നും നടത്തില്ല. അമ്പലത്തിലോട്ടാണ് പോകുന്നത്. മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോകുന്നു. അവിടുന്ന് തന്നെ നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങിയായിരിക്കും വരുന്നത്. ചുമരയാണ്. നമ്മൾ അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒരു സ്ഥലമാണല്ലോ സൗവർണിക, അങ്ങനത്തെ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചിലപ്പം പോയിരിക്കും. അപ്പോൾ നമ്മളൊന്നും തീരുമാനിച്ചില്ലെന്നല്ല, തീരുമാനിച്ചു പോയില്ല എന്നറിയത്തില്ല. അതാണൊരു ഇത്. ഓക്കെ, നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിഷുക്കോടിയാണ്. എല്ലാവരും വിഷുവയ്ക്ക് അടിച്ചു പൊട്ടി. പക്ഷേ അടിച്ചു പൊടിച്ചല്ലോ ഞങ്ങളാ, എല്ലാവരും വിഷുവയ്ക്ക് അടിച്ചു പൊട്ടിച്ചല്ലോ. വയസ്സ്. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എത്ര രൂപ വിഷു കഴിഞ്ഞെണ്ണം കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഞാൻ പറയാന്നല്ല, ഞാൻ എടുക്കുന്നുണ്ട് വിഷു കഴിഞ്ഞിട്ട്. മഴ പെയ്തിട്ടില്ല, ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നാണ്. ബസ്സിലാണ് നമ്മൾ ഉറങ്ങുന്നത്. പിന്നെ എനിക്ക് ഞാൻ സസ്പെൻസ് ആണ്. നമ്മൾ അവിടെ പോകുമ്പോൾ എൻ്റെ വിഷു കഴിഞ്ഞതിൻ്റെ പറ്റായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് ബസ്സിൽ കയറിയിട്ട് പറയാം. എന്നാൽ ഇപ്പം തന്നെ പറഞ്ഞേക്കല്ല, എനിക്ക് എത്ര രൂപ കിട്ടി? എനിക്ക് ആദ്യമായിട്ട് ക്യാഷ് പ്രൈസ് കിട്ടിയായിരുന്നു ഗൈസ്. അന്ന് ഞാൻ അമ്പലത്തിൽ കൊണ്ടിടുന്നു. 150 രൂപ. പക്ഷേ നമ്മുടെ ടാർഗറ്റ് 150 സബ്സ്ക്രൈബേഴ്സ് ആറായി. വേറെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി വെറും 40 സബ്സ്ക്രൈബേഴ്സ് വേണം മതി. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. 150 ഗൈസ്, 150K ഒന്നുമല്ല, 150K നമ്മുടെ ഒരു ആഗ്രഹമാണ്. അത്രയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരൊക്കെ സന്തോഷം. അപ്പം പിന്നെ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ വീഡിയോ എടുക്കണേ, നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റണേ. പിന്നെ വന്ന ബസ്സിൽ കയറണം, പോകുമ്പോൾ കാണാം. അപ്പം നമ്മൾ കഞ്ഞി കുടിക്കാൻ പോകണം. ഇനി നമുക്ക് നാളെ 10 മണിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. നാളെ രാവിലെ 10 മണിക്ക്. ഇപ്പോൾ ബസ്സിൽ ഇരിക്കുമ്പോൾ വിശക്കാതെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നോയമ്പായിരുന്നു. ഇതെന്നാ അറിയാം, ഇത് പുഴുക്ക് അല്ല പയറ് തോരനും പയറ് മെഴുക്കോർട്ടിയും അച്ചാറും കഞ്ഞിയാണ്. അപ്പൊ ഞങ്ങളുടെ വന്നില്ല, പിങ്കുവിന്റെ വന്നു. നമ്മുടെ വന്നു. എനിക്ക് വേണം, എനിക്ക് വലിയ പ്ലേറ്റ് കുറച്ച് കുറവുള്ളത് മതി. എനിക്ക് ഗൈസ് നമുക്ക് വിഷയമല്ല, എല്ലാവരും കഴിയാതെ നമ്മൾ ലാസ്റ്റ് കഴിയും. നമുക്ക് കഴിക്കാം. നമ്മുടെ വന്നിട്ടുണ്ട്. അമ്മ എന്റെ തന്നില്ല, എന്റെ കഞ്ഞി എനിക്ക് കുറച്ച് കഞ്ഞി മതി. എനിക്ക് ഒത്തിരി കഞ്ഞി ഇഷ്ടമില്ല. എന്നാൽ നമ്മൾ കുടിക്കാൻ എന്തെങ്കിലും കഞ്ഞി. നമ്മള് ബീച്ചാണ് എല്ലാവരും. ഞാൻ എന്റെ വന്നേ, ലെറ്റ്സ് ഗോ. കറി വന്നിട്ടുണ്ടോ? കറി കുടിക്കില്ല. മാങ്ങയോ അച്ചാറോ വേണ്ട, അവിടെ വെച്ച് ഞാൻ കഴിക്കാം. കുറച്ച് കറി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ കഞ്ഞി കുടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കഞ്ഞിക്കകത്ത് നമ്മൾ കറിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കാൻ പോകണം. കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇറങ്ങും ഗൈസ്. ഒരു മഴ പെയ്ത് ഗൈസ്. രാത്രി 8:30-ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് ബസ്സുകാർ അയച്ചു ഗൈസ്. അവർ പറഞ്ഞു ഒത്തിരി തിരക്കുണ്ട്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്തിപ്പോൾ സമയം 10 മണിയായി. ഇനിയാണ് നമ്മൾ ഈ ഒരു കാറിലാണ് പോകുന്നത്. എൻ്റെ മുഖം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ബസ്സിനോട് കാത്തിരിക്കുവാണ്. ഇപ്പോൾ ടൈം ഏകദേശം 11 മണിയായിട്ടുണ്ട്. 11 മണിക്ക് ഭയങ്കര ഉറക്കം വരുന്ന ഗൈസ്. 10:55 പോലെ 15 മണിക്കൂർ. 15 മണിക്കൂറല്ല, 15 മിനിറ്റ് എടുക്കും അവരിങ്ങോട്ട് വരാൻ. കുറേ നേരമായി ഞങ്ങളിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ബസ് ചതിച്ചു ഗൈസ്. ഇത് കഴിക്കാൻ കറിയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നു നമ്മളെ. നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്നുണ്ട്.
വെമ്പള്ളിയിലാണ് ഇവിടെ. അത് കഴിഞ്ഞ ഇപ്പം കൂത്താട്ടുകുളത്തിലാണ് ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പൊ ഒരു ബസ്, നമ്മുടെ ബസ് സ്വിഫ്റ്റ് DLX ആണ്, വന്നില്ല. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇതാണ് ബസ്, നല്ല വലിപ്പമുണ്ട്. അയ്യോ ഷെയ്ക്കാതെ ഫോണ്. നമുക്കെന്നാ ബസ്സിലോട്ട് കയറാം. നമ്മള് ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് മാത്രമായിട്ട് 12 സീറ്റാണുള്ളത്. നൈസ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് സീറ്റ് പോകാതിരിക്കാനുണ്ട്. വേഗം ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ എൻ്റെ അനിയനും പിങ്കുവും കയറിയിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ ഒന്നും അറിയിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ ആളുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ കിടന്നുറങ്ങണ്ടേ. അപ്പം ഇത്രയും പേരാണ് ബസ്സിലുള്ളത്. അതുമാത്രമല്ല ഇവക്ക് വിൻഡോ സീറ്റ് ഇരിക്കണമെന്ന് വഴക്കാണ്. ഞാൻ എന്തായാലും വിൻഡോ സീറ്റ് വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല, കാരണം എനിക്ക് വൊമിറ്റ് ചെയ്യുന്നൊന്നും ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം ഇവക്ക് അതൊക്കെ പോലൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേണം ഗൈസ് ഉറക്കം വരുന്നത്. ഗൈസ് അപ്പോൾ ഞങ്ങൾ 3 പേരാണ് സീറ്റ് ഇരിക്കുന്നത്. ബസ്സൊക്കെ കയറി നമ്മൾ ഫാമിലി ഫുള്ളും കയറിയിട്ടുണ്ട്. അപ്പം ഉണ്ടോ കാണാൻ കഴിയും, വലിയ ബസ്സാണ്. നമുക്ക് മാത്രമായിട്ട് 13-12 സീറ്റുണ്ട്. നമ്മൾ മൊത്തം 12 പേരാണ്. ഇത് 45 പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു 2 സീറ്റാണ് വരുന്നത്. ആണോ ഗൈസ്? നൈസാണ്. 2 സീറ്റേ തരുന്നുള്ളൂ, പക്ഷെ 3 പേർക്ക് ഇരിക്കാം. ഞങ്ങൾ 3 പേരിരിക്കുന്നത്. അമ്മയൊക്കെ പുറകിലാണ് ഗൈസ്. കൊള്ളാം, AC ഇല്ല, AC ഉള്ളതുകൊണ്ടാണ്, പക്ഷെ ഛർദ്ദിക്കും ഗൈസ്. സേഫ്റ്റി ഫോർ ഫസ്റ്റ് ഡ്യൂട്ടി. ഒരുമാതിരി ദൂരെത്തുമ്പോൾ ഒന്നും കൂടെ കാണാം ഗൈസ്. രാവിലെ ആയിട്ടുണ്ട്. ബസ് നിർത്തിയിട്ടേ കൊണ്ടുവന്നു. ഞങ്ങളൊരു ലേസൊക്കെ വാങ്ങിച്ചു വെച്ചു. സ്നാക്സ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പൊ കണ്ണൂരാണ് സ്ഥലം എത്തിയിരിക്കുന്നത്. ഇനിയും കിടക്കുന്ന ഗൈസ്. പിന്നെ ഈ സമയത്ത് നമുക്ക് വാഷ്റൂമിലോ കാര്യങ്ങളൊക്കെ പോകാം, സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഞങ്ങൾ വാഷ്റൂമിൽ പോയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല ഗൈസ്. കാസർഗോഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് 10 മണിയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. കഴിക്കണം ഗൈസ്. ഇവിടെ കയറുന്നൊക്കെയാണ്. 10 മണിയായി, പക്ഷേ 10-10:30 ആയി. എന്നാലും നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ കയറുന്നൊക്കെയാണ് പറയുന്നത്. നല്ല വിശപ്പുണ്ട് ഗൈസ്, കാരണം നമ്മൾ 10 മണി തൊട്ട് 10 മണി വരെ ഒന്നും കഴിക്കാതിരിക്കുക. കടയിൽ ചെന്ന് ഗൈസ് നമ്മളിപ്പോൾ ഹോട്ടലിലാണ്. അപ്പം കഴിക്കാൻ കയറുകയാണ് ഞങ്ങൾ. ഹോട്ടലിലൊക്കെ വീടൊന്നും എടുക്കുന്നില്ല ഗൈസ്. സ്റ്റാമിനില്ല, വേഗം കഴിക്കാൻ അമ്പലത്തിലോട്ട് പോകണം. അല്ല, വേഗം വെച്ച് റൂമിലോട്ട് പോകണം, പിന്നെ അമ്പലത്തിലോട്ട് പോകാം. വൈകുന്നേരം പോകുന്ന ഗൈസ്. ഹോട്ടലിൽ പോയിട്ടുണ്ട്. ദോശ ആ ദോശ കഴിച്ച് ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് വെറൈറ്റി സാധനമാണ്. തൊപ്പി ദോശയാണ് വാങ്ങിച്ചത്. കാസർഗോഡായി. നമുക്കിനി കർണാടക വരെ യാത്രയുണ്ട്. ഇല്ല പട്ടി ഞാനിപ്പോൾ കയറി ചവിട്ടി. ഹാൻഡ് വാഷ് ഉണ്ട്. ഹാൻഡ് വാഷ് യൂസ് ചെയ്യാൻ വന്നതാണ്. അയ്യോ ഓക്കെ ഗായ്സ്. അപ്പം പുറത്താണ്. AC റൂമുണ്ട്, എല്ലാത്ത റൂമുണ്ട് ഹോട്ടൽ. ഞങ്ങൾ ഹോട്ടലാണ്. ഉടുപ്പി ഹോട്ടലിലാണ് പേര്. അതെ, ഉടുപ്പി ഗാർഡൻ. ഛർദിക്കുമല്ലോ, എനിക്ക് പേടിയാണ് ഐസ്. നടക്കട്ടെ ഐസ് കുറച്ച് നേരം. ഇത് ഗാർഡൻ ഇല്ലേ? ഇത് ഹാളാണ്, ഗാർഡനും കൂടിയാണ്, സെറ്റാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ബസ്. സ്വിഫ്റ്റ് DLX ആണ്. നമ്മള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചു, വണ്ടിയെ കയറി. ഒത്തിരി നേരം വണ്ടി കയറിയിട്ടാണ്. ഇപ്പോൾ സമയം 12:30 ആയി. നമ്മൾ ഇതുവരെയായിട്ടും ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ് കർണാടകയിലോട്ട് കയറിയിട്ടുണ്ട്.
ഉടൻ തന്നെ എത്രയും കാസർഗോഡിലായിരുന്നു ഫുഡ് കഴിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കർണാടകയിലെത്തി. കർണാടക എത്താറായില്ല. 3-4 മണിക്കാണ് എത്തുന്നത്. 2 മണിയായി. നല്ല കാറ്റ്. എത്താറായി. ഇപ്പം എത്തും. നമ്മളിപ്പോഴും ബസ്സിൽ തന്നെയാണ്. ബോറടിക്കും. തുടങ്ങിയതിന് സമയം 3 മണിയായി. നമ്മൾ ബസ്സിനൊക്കെ ഇറങ്ങി നടക്കുവാണ്. റൂം എടുക്കാനുണ്ട്. സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഇതാണ്ട് കാണുന്ന അമ്പലം അവിടെ ഉണ്ട്. അവിടെ കണ്ടേ 3 സംഭവങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ റൂം. അങ്ങോട്ടാണ്. ഞങ്ങളുടെ റൂം കാണിച്ചു തരാൻ കഴിയും. അയ്യോ ഇവിടെ ഇരിക്കാന്നാണ്. ഗായ്സ് ഇതാണ് നമ്മുടെ റൂം. ഞങ്ങൾ 4 പേര് ഇവിടെയാണ് നടക്കുന്നത്. നല്ല റൂമാണ്. നല്ല അടിപൊളി റൂമാണ്. ഓക്കെ നമുക്ക് ഈ ഇവളുടെ റൂം കാണാം. എനിക്ക് ഇവരുടെ റൂം ഇഷ്ടപ്പെട്ടത്. നല്ല തുറ. ഇതാണ് ഇവരുടെ റൂം. അടിപൊളി റൂമാണ്. നല്ല വിസ്തരിച്ച അടിപൊളി റൂമാണ്. ഇതാകുമ്പോൾ ഇവർ 6 പേരുണ്ട്. അപ്പം ഇവർക്ക് 6 പേർക്ക് പറ്റിയ അടിപൊളി റൂം. ഇനി നമുക്ക് ബാക്ക് ടു അവർ റൂം. ഓക്കെ ഗൈസ്, നമ്മുടെ റൂമിൽ ഇവിടെ എനിക്ക് നമുക്കെന്നാ പല്ലൊക്കെ തേച്ചിട്ട് കാണാം ഗൈസ്. വൈബാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. സെറ്റല്ലേ? നല്ല സ്പേസ് ഉണ്ട്. 4 പേർക്കും കൂടെ കാണുന്നുണ്ട്. മല കണ്ടു ഗൈസ്. ഇതുണ്ടോ? നല്ല മലയാണ് അവിടെ കാണുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുക. ഫ്ലാറ്റ് ഉണ്ടോ? ഫ്ലാറ്റ് ഉണ്ട് അല്ലേ? ആ അമ്പലം അങ്ങോട്ടാണ്. അപ്പം നമ്മളിന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട്. രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ മല നോക്കട്ടെ. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ഫോൺ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. നൈസാണ്. ഓക്കെ എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പല്ലൊക്കെ തേച്ചു. അപ്പം തന്നെയാണ് പല്ലൊക്കെ തേക്കുന്നത് തന്നെ. ബിക്കോസ് രാവിലെ ഇന്നലെ 11 മണി ഇപ്പോഴാണ് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. ബസ്സിൽ മീൻസ് ഒന്ന് വരുന്നത് തന്നെ റൂമിലോട്ട്. അപ്പം ഇവിടെ ഇപ്പം മൂകാംബികയിൽ അമ്പലത്തിന് തൊട്ടപ്പുറത്താണ്. ചിലപ്പോൾ നമ്മൾ സൗവർണിക്കൊക്കെ കാണാൻ പോകും. നാളെയാണ് നമ്മൾ ചുറ്റിക്കിറങ്ങുന്നത്. ഇന്ന് അത്രയ്ക്കൊന്നുമില്ല ഗൈസ്.